നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ദേശീയപാത വികസനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായും ഇപ്പോൾ വിവാദമായി തുടരുന്നത്. ഇതിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് BJP സർക്കാരും അതോടൊപ്പം സംസ്ഥാന സർക്കാരും ഇത് വലിയ വികസന പദ്ധതികളായി ഉയർത്തി കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാക്കി മാറ്റി എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പാത തകർന്നപ്പോൾ ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണെന്നും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത്തരത്തിൽ കോൺഗ്രസിന് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ദേശീയപാത വികസനം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ പാതയിലെ തകർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷേ നമുക്കറിയാം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാതയിലെത്തി വലിയ രീതിയിൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന തരത്തിൽ റീൽസുകൾ എടുക്കുകയും അതിന് വലിയ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നൽകുകയും ഒക്കെ തന്നെ ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും മധുരച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ മുഹമ്മദ് റിയാസിനെതിരെ ഉന്നയിക്കുന്നത്. എന്തായാലും ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശക്തമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ KR കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്തുകൊണ്ട് അവർക്ക് ഇനി മുതൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ ഏറ്റെടുക്കാനുള്ള യാതൊരുവിധ സാധ്യതയും നിയമപരമായിട്ട് ഇല്ലാത്ത രീതിയിലാണ് അവരെ ഡീബാർ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് DPR 3 തവണ തിരുത്തിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. ആരാണ് DPR തിരുത്തിയത്, അല്ലെങ്കിൽ DPRൽ വരുത്തിയ മാറ്റം കൊണ്ടാണോ ഇപ്പോൾ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ ഉയർന്ന സംശയങ്ങൾ. എന്തായാലും ദേശീയപാത വികസനം അത് ഇരുമുന്നണികൾക്കുമല്ല 3 മുന്നണികൾക്കും വലിയ പ്രശ്നമായി മാറി എന്നതിൽ സംശയമില്ല.